എ.ഐ.സി.സി സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി കെ.സി. വേണുഗോപാൽ എം.പി കല്ല്യൂട്ട് കൊല്ലപ്പെട്ട കൃപേഷിന്റെയും ശരത്ലാലിന്റെയും കുടുംബങ്ങളെ കാണാനെത്തി. പ്രതികൾക്കെതിരെ വിധി വന്ന പശ്ചാത്തലത്തിലാണ് സന്ദർശനം. പെരിയ കേസിലെ ഒന്നാം പ്രതി കൊടിസുനിയുമായി കൂടിക്കാഴ്ച നടത്തിയത് എന്തിനാണെന്ന് കെ.സി. വേണുഗോപാൽ ചോദിച്ചു. പാർട്ടിക്ക് ബന്ധമില്ലാത്ത ആളുകളെ എന്തിനാണ് ജനപ്രതിനിധികളാക്കിയതെന്നും കെ.സി. കേരളത്തിലെ ജയിലുകൾ CPM-കാർക്ക് വെൽനസ് സെന്ററുകളാണെന്ന് കെ.സി. വേണുഗോപാൽ ആരോപിച്ചു. TP കേസിലടക്കം ഇത് കണ്ടതാണ്. പെരിയ കേസിലെ ഒന്നാം പ്രതി പീതാംബരൻ കൊടിസുനിയുമായി കൂടിക്കാഴ്ച നടത്തിയത് എന്തിനാണെന്നും കെ.സി. ചോദിച്ചു. കൊലപാതകത്തിൽ CPM-ന് ബന്ധമില്ലെന്ന നേതാക്കളുടെ പരാമർശം പാർട്ടിക്ക് ബന്ധമില്ലാത്ത ആളുകളെ എന്തിനാണ് ജനപ്രതിനിധികളാക്കിയതെന്നും കെ.സി. കേസിൽ പ്രതികളാക്കിയവരെ പുറത്താക്കിയാൽ പാർട്ടിയിൽ ആളുണ്ടാവില്ലെന്ന സത്യം CPM ജില്ലാ സെക്രട്ടറി തുറന്നു പറഞ്ഞുവെന്നും കെ.സി. വേണുഗോപാൽ പറഞ്ഞു. ഈ രാജ്യത്തെ അക്രമ രാഷ്ട്രീയം അവസാനിപ്പിക്കാൻ, അരിഞ്ഞു തള്ളുന്ന ഈ രാഷ്ട്രീയ പ്രവണത ഇല്ലാതാക്കാൻ, ഗൂഢാലോചനക്കാരെ തന്നെ കണ്ടുപിടിച്ച് ശിക്ഷിക്കാനൊക്കെ തന്നെ കോടതി കാണിക്കുന്ന താല്പര്യത്തെ ബഹുമാനിച്ചുകൊണ്ടെന്ന് ഞാൻ പറയട്ടെ. ഇവരെല്ലാം പോകുന്ന എങ്ങോട്ടേക്കാണ്? CPM തുറന്നു വച്ചിരിക്കുന്ന പ്രിസണേഴ്സ് വെൽനസ് സെൻ്ററിലേക്കാണ് ഇവരെല്ലാം പോകുന്നത്. ഇവരുടെ ജീവപര്യന്തം അവർക്ക് സുഖവാസകാലമാണ്. TP വധക്കേസിലെ ശിക്ഷ വിധിച്ച പ്രതികളെ നമ്മൾ കണ്ട് അവർ എത്ര പേരായിരുന്നു, ജയിലിലേക്ക് അവർക്കുള്ള സൗകര്യം എന്തൊക്കെയായിരുന്നു, ജയിലിൽ എന്തെല്ലാം ഏർപ്പാടാണ് അവർ ചെയ്തു കൊടുക്കുന്നത്. എനിക്ക് കോടതിയോട് അഭ്യർത്ഥിക്കാനുള്ളത്, ഇത്തരം കൊടും കൊല നടത്തി ശിക്ഷിക്കപ്പെട്ട് കിടക്കുന്ന ആളുകൾക്ക് സുഖവാസ കേന്ദ്രമൊരുക്കുന്ന ജയിൽ ഉദ്യോഗസ്ഥന്മാരടക്കമുള്ള ആളുകൾക്കെതിരെ ശക്തമായ നടപടിയാണ് ആവശ്യം. കേരളത്തിലെ CPM-ന്റെ നേതൃത്വത്തിൽ ഈ ഗവൺമെന്റ് ഭരിക്കുമ്പോൾ ഇവിടുത്തെ ജയിലുകളെല്ലാം CPM സഖാക്കൾക്ക് കൊല നടത്തിയാലും വന്ന് താമസിക്കാവുന്ന സുഖവാസ കേന്ദ്രങ്ങളാക്കി മാറ്റപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഫാമിലി പറയുന്നത്. സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തിയതിനു ശേഷമായിരുന്നു കെ.സി.യുടെ മടക്കം. ന്യൂസ് ബ്യൂറോ, പെരിയ.